ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലെ വിശേഷപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു വെർഷനിലാണ് ഞാൻ ഇന്നത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സമയം, അല്ലേ? അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെർഷനാണ്. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചേനയും ഒരു 4 ഏത്തക്കായും എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇതേ രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും കൂടിപ്പോരുത്. കൂടിപ്പോയാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിൽ മതി. ഫുൾ എയറും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 മുറി നാളികേരമാണ്. 1 മുറി നാളികേരത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. അത് ക്രഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജീരകം ചേർത്തിട്ട് കുറച്ച് നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ജീരകമൊക്കെ അരയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതേ ഒരു വിസിൽ വന്നു. കംപ്ലീറ്റ് എയർ പോയതിനു ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ ചതച്ച് വെച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ നാളികേരത്തിൻ്റെ ആ ജീരകത്തിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വാങ്ങി വെച്ചിട്ട് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒരു നാളികേരം ചിരണ്ടിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പാടെ മാറിപ്പോവും, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേണം, നല്ല ക്ഷമയോടുകൂടി വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റ് വേണ്ടി വരും. ഇത് ഏറ്റവും ക്ഷമയുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ, നമ്മുടെ നാളികേരം വറക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ഷമ ആവശ്യമുള്ള സമയം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു തേങ്ങ വറക്കൽ കേട്ടോ. അപ്പോൾ അത് നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതൊന്ന് അത്യാവശ്യം ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ഒരു 2-3 ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നാളികേരത്തിനൊക്കെ ശരിക്കും ഈ ഒരു കളറ് വരണം. അപ്പോഴാണ് നമ്മുടെ എരിശ്ശേരിക്കൊക്കെ നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചേനയും കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും വേണ്ട. പതുക്കെ സ്ലോവിലി ആ തേങ്ങ വറുത്തതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം കേട്ടോ, നമ്മുടെ എരിശ്ശേരിയുടെ കഷ്ണങ്ങളെല്ലാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. കണ്ട എന്താ മണം എന്നറിയോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലേ, ഈ ഓണത്തിന് എല്ലാവരും എരിശ്ശേരി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.